നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ. ആവേശത്തോടെ മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് കോട്ടയം മണ്ഡലം സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം. ഹരിതചട്ടം പാലിക്കും. ജസ്ന ജെയിംസിന്റെ തിരോധാനം. തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. പിതാവിന്റെ കയ്യിലെ തെളിവുകൾ CJM കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശം. 10ാം ഉദയ മഹോത്സവം ആഘോഷിച്ചു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭക്കുട ഘോഷയാത്രയിൽ നാടാകെ എത്തി. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമാണെന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1198 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഏപ്രിൽ 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 26-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 14 സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. മണ്ഡലത്തിൽ വോട്ടർമാരിൽ 51.58% സ്ത്രീകളാണ്. 1198 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ V. വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 25-ന് രാവിലെ 8 മണി മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. വോട്ടിംഗിനായി 1198 ബാലറ്റ് യൂണിറ്റുകളും 1448 കൺട്രോൾ യൂണിറ്റുകളും 1535 വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ്. പോളിംഗ് ഡ്യൂട്ടിക്ക് 7524 ഉദ്യോഗസ്ഥരാണുള്ളത്. 1173 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 81 ബൂത്തുകൾ വനിതകൾ നിയന്ത്രിക്കും. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി 15,99,969 വോട്ടർമാരാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മണ്ഡലത്തിലെ സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സിറ്റിംഗ് MPയായ തോമസ് ചാഴികാടൻ വൻ വിജയം നേടുമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ 20 സീറ്റുകളിലും LDFന് വിജയപ്രതീക്ഷയുണ്ട്. കോട്ടയം മണ്ഡലത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച തോമസ് ചാഴികാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഫ്രാൻസിസ് ജോർജിന്റെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകൾക്ക് UDF മറുപടി പറയണമെന്നും VN വാസവൻ ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യബോധത്തോട് ഒരു പ്രശ്നത്തെ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക, നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യം, എവിഡൻസ് ഉണ്ടോ മുമ്പില്ലാത്തതും നമുക്ക് കയറിയിട്ട് ഏതൊരു രാഷ്ട്രീയ എതിരാളികളെ പോലും ചെയ്യുന്ന രാഷ്ട്രീയ ധാർമ്മികത ഉപയോഗിച്ചത്. ഇതെങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് UDF തന്നെ അത് മറുപടി പറയട്ടെ, നിങ്ങളും പരിശോധിക്കുക എന്താണ് അതിന് ശേഷം പറയാം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയല്ലാത്തതിനാൽ സ്വതന്ത്ര ചിഹ്നം വോട്ട് തേടേണ്ടി വന്നത് UDF സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നേതാക്കൾ കോട്ടയത്ത് പറഞ്ഞു. BJPക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത ദേശീയ സാഹചര്യമാണ് സമാഗതമായിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം തെളിയിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ആർക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴികാടൻ എന്ന് ഉറപ്പുണ്ടെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടൻ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് ഉറപ്പാണ്. നമ്മൾ കണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ശ്രീ തോമസ് ചാഴികാടന് വലിയ ഒരു മുൻതൂക്കം ലഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി AV റസൽ, CPI ജില്ലാ സെക്രട്ടറി VB ബിനു, അഡ്വക്കേറ്റ് K. അനിൽകുമാർ, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറായി CBI. ജസ്നയുടെ പിതാവ് ഉന്നയിച്ച ആരോപണങ്ങളിൽ തുടരന്വേഷണം നടത്താമെന്നും CBI CJM കോടതിയിൽ അറിയിച്ചു. ജസ്നയുടെ പിതാവ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്നും CBI അറിയിച്ചു. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI CJM കോടതിയിൽ അറിയിച്ചു. ജസ്നയുടെ അച്ഛൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്നും അതിനുള്ള തെളിവുകൾ ജസ്നയുടെ അച്ഛൻ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും CBI കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ ജസ്നയുടെ അച്ഛനോട് കോടതി നിർദ്ദേശിച്ചു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതുപോലും വ്യക്തമാക്കാതെയുള്ള CBIയുടെ റിപ്പോർട്ട് തള്ളണമെന്ന് ഹർജിയിൽ ജസ്നയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നത്.
ജസ്നയ്ക്കൊരു ആൺ സുഹൃത്ത് ഉണ്ടായിരുന്നുവെന്നും രഹസ്യമായി വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നുവെന്നും പിതാവ് പറയുന്നു. ഈ കാര്യങ്ങളൊന്നും CBI വിശദമായി അന്വേഷിച്ചില്ലെന്നാണ് ജസ്നയുടെ അച്ഛൻ പരാതിപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങളുടെ തെളിവുകൾ സമർപ്പിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറെന്ന് CBI കോടതിയെ അറിയിച്ചത്. 2018 മാർച്ച് 22-നാണ് എരുമേലി മുക്കൂട്ടുതറ സ്വദേശിയായ ജസ്ന മരിയ ജെയിംസ് കാണാതാവുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ 10ാം മഹോത്സവം ആഘോഷിച്ചു. ഇതോടൊപ്പം നടന്ന കുംഭകുട ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. മണർക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ 10ാം മഹോത്സവം ആഘോഷിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് പുലർച്ചെ ക്ഷേത്രത്തിനകത്ത് മൂലവിഗ്രഹത്തിൽ വിളിപ്പിന്തള്ള കുംഭകുടമാടി. തുടർന്ന് പകൽ ദേശവഴികളിൽപ്പെട്ട 28 കരകളിൽ നിന്നുള്ള കുംഭകുടം ഘോഷയാത്ര ക്ഷേത്രത്തിലേക്കെത്തി. കാവടിയും കുംഭകുടവും ക്ഷേത്ര പരിസരത്തെ പീതവർണ്ണത്തിൽ മുക്കി. നൂറുകണക്കിന് ആളുകളാണ് കത്തുന്ന വെയിലിനെ വകവയ്ക്കാതെ ആഘോഷങ്ങളിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, മണർകാട്. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. മേൽശാന്തി KS രഞ്ജിത്ത് നമ്പൂതിരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. 10ാം മഹോത്സവത്തോടനുബന്ധിച്ച് ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകം എന്നീ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഭദ്രദീപം പ്രകാശനം ചെയ്തു. ശേഷം മേൽശാന്തി KS രഞ്ജിത്ത് നമ്പൂതിരി പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നു. നൂറുകണക്കിന് സ്ത്രീകൾ ദേവീസ്തുതികളോടെ മണക്കാട്ടമ്മയ്ക്ക് പൊങ്കാലയിട്ടു. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചുമറിയുക എന്നാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തന്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടെ അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതുന്നത്. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമായി പൊങ്കാലയെ കണക്കാക്കുന്നു. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ പൊങ്കാലയിട്ട ശേഷം മേൽശാന്തി പൊങ്കാല തളിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ ഗുരുതിയും കുംഭകുടവും അഭിഷേകവും നടന്നു. കലാമണ്ഡപത്തിൽ ചിറക്കടവ് പാർത്ഥസാരഥി ഭജൻസിന്റെ ഭജനയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ചുങ്കത്ത് മീനച്ചിലാറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പോലീസ് മേൽനടപടി സ്വീകരിച്ചു. ചുങ്കം പാലത്തിന് താഴെയാണ് മൃതദേഹം മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ കണ്ടെത്തിയത്. 40 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണിത്. കറുത്ത പാൻസും ചെക്ക് ഷർട്ടുമാണ് വേഷം. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ട് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് കോട്ടയത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി മൃതദേഹം കരയ്ക്കെടുക്കുകയായിരുന്നു. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു. കോട്ടയം വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി തലപ്പാടി ജംഗ്ഷനിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടം. കാർ ഓടിച്ചിരുന്ന മണർകാട് സ്വദേശിനി ഷെറിന് പരിക്കേറ്റു. പുതുപ്പള്ളിയിൽ നിന്നും മണർകാട്ടേക്ക് പോകുകയായിരുന്നു വാഹനം. പുതുപ്പള്ളി തലപ്പാടി ജംഗ്ഷനിൽ കാർ മരത്തിലിടിച്ച് അപകടം. പുതുപ്പള്ളിയിൽ നിന്ന് മണർകാട്ടേക്ക് പോകുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. മണർകാട് സ്വദേശി ഷെറിന് പരിക്കേറ്റു. ഉച്ചകഴിഞ്ഞ് 4:30ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ഷെറിനെ മണർകാട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മൗറീഷ്യസിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും UDFും. ഫ്രാൻസിസ് ജോർജിന്റെ മകന്റെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസിൽ അക്കൗണ്ട് ഉണ്ടെന്നും വലിയ തോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നുമായിരുന്നു ആരോപണം. ഈ ആരോപണത്തിനെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുന്നതെന്നും ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. പക്ഷെ എനിക്കെതിരെ ഇങ്ങനെ അനാവശ്യമായി എൻ്റെ മകന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് തികച്ചും തെറ്റാണ്. ഇത് വളരെ മോശമാണ്. ഇതൊരു 3ാമത്തെ ഏർപ്പാടാണ്. മത്സരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ പറയുക, നമ്മുടെ നിലപാടുകൾ പറയുക, മാന്യം അത് വ്യക്തിഗത ചെയ്യാൻ നോക്കുന്നുണ്ട്. എത്ര അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ഇങ്ങനൊരു അക്കൗണ്ടോ ഇങ്ങനൊരു
കള്ളപ്പണത്തിന്റെ ഏർപ്പാടോ യാതൊരു കാര്യങ്ങളുമില്ല. മൗറീഷ്യസുമായി യാതൊരു ബന്ധവും. ഇത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ ആർക്കും അക്കൗണ്ട് ഇത് തുടങ്ങിയിട്ടില്ല എന്നുള്ള ജസ്റ്റ് നമ്മൾ നോക്കി ആ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും ഇല്ല, അക്കൗണ്ടിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോ ഇതിനെതിരെ കൃത്യമായ പരാതി പോലീസിൽ പരാതിപ്പെടാനാണ് തീരുമാനിച്ചു. ഞാൻ എസ്.പിക്ക് പരാതി കൊടുക്കുകയാണ്. അരുവിത്തുറ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ തിരുനാളിന് കൊടിയേറ്റു. പ്രസിദ്ധ തീർത്ഥാടക കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ കൊടിയേറ്റ് നിർവഹിച്ചു. കൊടിയേറ്റിന് ശേഷം ഫാദർ തോമസ് തയ്യലിന്റെയും ഫാദർ മാത്യു വെണ്ണായിപ്പള്ളിയിന്റെയും കാർമ്മികത്വത്തിൽ പുറത്ത് നമസ്കാരം നടന്നു. തുടർന്ന് ഇടവക ജനങ്ങളും തൊട്ടടുത്ത ഇടവകയിലെ വിശ്വാസ സമൂഹവും ചേർന്ന് വടക്കേക്കര കുരിശുപള്ളിയിലേക്ക് 101 പൊൻകുരിശുകളുമായി നടത്തിയ നഗരപ്രദക്ഷിണം വിശ്വാസ പ്രഘോഷണത്തിന്റെ വേദിയായി. തിരുനാൾ ദിനമായ 24 രാവിലെ 8 ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. 10:30 സീറോ മലബാർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ റാസ് നടക്കും. തുടർന്നാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും മറ്റു വിശുദ്ധന്മാരുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ പകൽ പ്രദക്ഷിണം. മെയ് 2 വരെയാണ് തിരുനാൾ. ന്യൂസ് ബ്യൂറോ, പാലാ. പാട്ടുപാടിയും നൃത്തം വെച്ചും യുവജന സംഗീത സന്ധ്യ. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് വിദ്യാർത്ഥികൾ സംഗീത നിശ അവതരിപ്പിച്ചത്. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണാർത്ഥമാണ് സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത്. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനെ അനുസ്മരിച്ച് KPCC മെമ്പർ നിഷ സോമൻ രചിച്ച കവിത അവർ തന്നെ ആലപിച്ചുകൊണ്ടാണ് സംഗീത സായാഹ്നം ആരംഭിച്ചത്. പിന്നീട് അപ്പുവും മക്കളായ ജോസഫും ജോർജും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും മൈക്കെടുത്തതോടെ യുവജനങ്ങൾ ഉത്സാഹത്തിമിർപ്പിലായി. തുടർന്ന് വേദിയിൽ നിന്നും റോക്കും റാപ്പും ഹിപ് ഹോപ്പും ക്ലാസിക്കൽ മലയാളം തമിഴ് ഗാനങ്ങളുടെ റീമിക്സുമെല്ലാമായി സംഗീത സന്ധ്യ കത്തിക്കയറി. യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ ഇടമനശ്ശേരിയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സിൽവർ ലൈൻ അനുകൂലികൾക്ക് വോട്ട് നൽകില്ലെന്ന് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. വിഷയത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കണമെന്ന് ജനകീയ സമിതി നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കോട്ടയത്ത് മത്സരിക്കുന്ന MP കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നയാൾ തോമസ് ചാഴികാടൻ ഇവിടെ MP ആയപ്പോൾ കേരയിൽ വിരുദ്ധനായി നിന്നുകൊണ്ട് കേരളിനെതിരായി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ നിവേദനം കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം കേരളിനെ അനുകൂലിക്കുന്നുണ്ടോ? അത് അദ്ദേഹം വ്യക്തമാക്കാൻ നിർബന്ധമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അറിയിപ്പ്. കോട്ടയം CMS കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ ഇംഗ്ലീഷ്, ഹോം സയൻസ്, ഹിസ്റ്ററി, ബോട്ടണി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഹിന്ദി, ഇക്കണോമിക്സ് എന്നീ വിഷയങ്ങളിലെ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് PhD നെറ്റ് യോഗ്യതയുള്ളവരുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കുന്നവർ കോട്ടയം DD ഓഫീസിലെ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. കോളേജ് വെബ്സൈറ്റിലെ അപേക്ഷയോടൊപ്പം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ manager@cmscollege.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 9446391943. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പാമ്പാടി 7-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനം തുടരുന്നു. വിവരങ്ങൾക്ക് ഫോൺ
048125075556. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ. ആവേശത്തോടെ മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് കോട്ടയം മണ്ഡലം സജ്ജമെന്ന് ജില്ലാ ഭരണകൂടം. ഹരിതചട്ടം പാലിക്കും. ജസ്ന ജെയിംസിന്റെ തിരോധാനം. തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. പിതാവിന്റെ കയ്യിലെ തെളിവുകൾ CJM കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശം. 10ാമത് മഹോത്സവം ആഘോഷിച്ചു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭക്കുട ഘോഷയാത്രയിൽ നാടാകെ എത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.